ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു വ്യക്തിയുടെ നിത്യജീവനെ അവകാശമാക്കാൻ ആ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഒരു വരത്തിൻ്റെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന. ലോകത്തുള്ള സകല ദൈവജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് സ്നേഹമുള്ളവർ നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്ത് മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ എണ്ണം കുറവാണ്. ലോകത്ത് തിന്മ വർദ്ധിക്കാൻ ഇടവരുന്നെന്ന് സകല വിശുദ്ധരുമായിട്ടുള്ളവർ പറഞ്ഞു വയ്ക്കാറുണ്ട്. എന്താണ് ഇൻ്റർസെഷൻ പ്രയർ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന? സ്നേഹമുള്ളവർ, നമുക്ക് നിത്യജീവൻ കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച പോരാ. ഈ ലോകത്തുള്ള ആത്മാക്കളെക്കുറിച്ചുള്ളൊരു വേദന നമ്മുടെ ഉള്ളിൽ നൊമ്പരപ്പെടണം. അതുകൊണ്ടല്ലേ ഈ കാലഘട്ടങ്ങളിൽ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് എവിടെയൊക്കെയോ സംഭവിക്കുന്ന യുദ്ധങ്ങൾ, പ്രശ്നങ്ങളൊന്നും നമ്മളെ ഒരിക്കലും അസ്വസ്ഥപ്പെടുത്താറില്ല. എന്നാൽ അത് നമ്മുടെ രാജ്യത്തോ നമ്മുടെ വീടിനരികിലോ സംഭവിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് പ്രാർത്ഥിക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ അതൊരു സ്വാർത്ഥതയല്ലേ സ്നേഹമുള്ളവരെ? അകലങ്ങളിൽ എവിടെയോ സംഭവിക്കുന്നത് നമ്മുടെ അരികിലേക്ക് എത്താറായി എന്നുള്ള ചില അടയാളങ്ങളാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അരികിലേക്ക് എത്തുന്നതിന് മുമ്പേ അകലങ്ങളിലിരിക്കുന്ന ഈ അസ്വസ്ഥതയ്ക്ക് വേണ്ടി നമ്മളൊക്കെയും കരങ്ങൾ കൂപ്പേണ്ട കാലഘട്ടങ്ങളും സമയങ്ങളുമായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സഭയെ ഒത്തിരി പീഡിപ്പിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. പല ഇടങ്ങളിലും ദേവാലയങ്ങളിൽ പരിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയങ്ങളിൽ വലിയ വിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നു. പല രാജ്യങ്ങളിലും പല ജനങ്ങളും ദേവാലയങ്ങളിൽ കൊന്നൊടുങ്ങുന്നു. ഇവിടെയെല്ലാം കരങ്ങൾ കൂപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഞാനും നിങ്ങളും കുടുംബങ്ങളിലിരുന്ന് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ ദൈവജനത്തിന് വേണ്ടി, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, അവൻ്റെ നീറുന്ന വേദനകൾക്ക് മുന്നിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതായിരിക്കും യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്തു എന്ന രാജാതിരാജൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒന്ന് കരങ്ങൾ കൂപ്പാൻ, കണ്ണുകൾ അടയ്ക്കാൻ, പണ്ട് ദൈവജനം ചെയ്തതുപോലെ മെറ്റലുമ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, കരങ്ങളൊന്ന് യാചനാപൂർവ്വം പിടിക്കാൻ, പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ അപരൻ്റെ നൊമ്പരങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് നിന്റെ ഉള്ളിലെ ഒരു പ്രവാചക ദൗത്യത്തെ നീ ഉണർത്തുകയാണെന്ന് തിരിച്ചറിയാം. അതിന് വേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന. എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ടും നയിക്കപ്പെട്ടും പിതാവായ ദൈവത്തോട് യേശു ക്രിസ്തു വഴി നടത്തുന്ന പ്രാർത്ഥനയുടെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ ഇൻ്റർസെഷൻ പ്രയർ. ഒന്നുകൂടിയും പറയാം, പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ടവരെ മാത്രമാണ് ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയുള്ളൂ. രണ്ടാമത്തത്, അവരെ പിതാവായ ദൈവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്നു. ആര് വഴി? യേശു ക്രിസ്തു വഴി. അങ്ങനെ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ലോകത്തിന് വേണ്ടി, പാപികളായ മനുഷ്യർക്ക് വേണ്ടി, ജയിലറകളിൽ കിടക്കുന്നവർക്ക് വേണ്ടി, തീവ്രവാദികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ലോകത്ത് തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ജനതയെ ദൈവം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി പേർക്ക് നല്ല രീതിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. വീടുകളിലിരിക്കുന്ന അമ്മച്ചിമാർക്ക് ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും. എന്നാൽ മാധ്യമവേട്ടകൾ പലപ്പോഴും ഇന്ന് പ്രാർത്ഥനാ സമയങ്ങളെ കുറച്ചിട്ടുണ്ട്. നമുക്കറിയാം, കുടുംബങ്ങളിലിരിക്കുന്ന അമ്മച്ചിമാർ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചൂടെ? ഒരു പാത്രം കഴുകുമ്പോൾ ആ ഒരു കഴുകുന്നത് പോലും ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയൂടെ? സാഹചര്യങ്ങളെയും സമയങ്ങളെയും കിട്ടുമ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കരുത്. 7 മണി അടിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ പ്രാർത്ഥനയെന്ന് ചിന്തിക്കരുത്. വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ചിന്തിക്കരുത്. സമയത്തിലെ നമ്മൾ ശ്വസിക്കുന്ന വായു പോലെ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്കും എനിക്കും കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ മാത്രമല്ല, ലോകത്ത് ആഗ്രഹിക്കുന്നവരും ആവശ്യപ്പെടുന്നവരുമായ ആശുപത്രി വരാന്തകളിലും അതുപോലെ തെരുവീഥികളിലും ഒരു അപേക്ഷകളുമായി നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം നൽകാൻ സാധിക്കും. അങ്ങനെ കഴിഞ്ഞുവെങ്കിൽ നമ്മൾ മരണശേഷം പത്രോസിൻ്റെ സിംഹാസനമാകുന്ന ദൈവസന്നിധിയിൽ എത്തുമ്പോൾ പത്രോസ് പറയും, നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നിന്റെ പാപകടങ്ങളെ മാറ്റി സ്വർഗത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ കണക്ക് കൂട്ടലുകളും കണക്ക് കുറച്ചലുകളും നമുക്ക് സംഭവിച്ച് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെത്താൻ ചിലപ്പോൾ അത് തടസ്സമായി മാറും. അത് നമുക്ക് ചിന്തിക്കാം, എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? ഈ ലോകത്ത് മനുഷ്യന് 2 വിധത്തിലുള്ള പ്രാർത്ഥനകളാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? എന്താണ് യാചന പ്രാർത്ഥന? ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനയുടെ പേരാണ് യാചന പ്രാർത്ഥന. എന്താണ് യാചന പ്രാർത്ഥന? നമ്മുടെ ആഗ്രഹം ദൈവം നിവർത്തി തരുമെന്ന് ബോധ്യത്തോടെ സമർപ്പിക്കുന്നതാണ് യാചന പ്രാർത്ഥന.
ഈ ലോകത്ത് മനുഷ്യന് ആഗ്രഹങ്ങൾ നടത്താനുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് യാചന പ്രാർത്ഥന. അത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയാൽ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടമാണ്. എൻ്റെ ആഗ്രഹം, എൻ്റെ ആവശ്യം, എൻ്റെ മക്കളുടെ നിയോഗം, എൻ്റെ മക്കളുടെ ആവശ്യം, ഇതിന് പറയുന്ന പേരാണ് യാചന പ്രാർത്ഥന. നടത്തേണ്ടതെന്നും സഭയോ ദൈവമോ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. യാചന പ്രാർത്ഥന വളരെ നല്ലതാണ്. എന്നാൽ യാചനകൾ മാത്രം ഒതുങ്ങിക്കൂടിയ സ്വർഗത്തിൻ്റെ ഏതോ കോണുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില വിശുദ്ധർ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെത്തുന്ന മുഴുവൻ യാചന പ്രാർത്ഥനകൾ മാത്രമാണ്. നമുക്കറിയാം, വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന യാചന മാത്രമാണ്. വിശുദ്ധിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നു? അതുകൊണ്ട് നമുക്കറിയാം, ഈ സ്വർഗത്തിലൊരു ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ മുഴുവൻ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് യാചനകൾ മാത്രമാണ്. എന്നാൽ യാചനകൾ മാത്രമാണ്. എന്നാൽ മറ്റൊരു സ്ഥലമുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന. അവിടെ പ്രാർത്ഥനകൾ അധികമില്ല. ചിലപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം കൂടുതൽ കാതോർക്കുമെന്ന് തീർച്ചയാണ്. ഈശോ ഈ ലോകത്തിന് വേണ്ടി യാചന പ്രാർത്ഥനയല്ല, മധ്യസ്ഥ പ്രാർത്ഥനയാണ് നടത്തിയത്. ഇവരെന്താണ് ചെയ്യുന്നത് ഇവരെ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ കർത്താവേ എന്ന് നമുക്ക് വേണ്ടി യാചന പ്രാർത്ഥന കാൽവരിയിൽ ഈശോ നടത്തിയിട്ടുണ്ട്. ഈശോയും യാചന പ്രാർത്ഥനയാണ്. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു യേശുവ് നമ്മളെ പഠിപ്പിച്ചെന്ന യഥാർത്ഥ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതിൽ ചില യാചനകൾ ദൈവം കൂട്ടിച്ചേർത്തു എന്ന് മാത്രമാണ്. അതുകൊണ്ട് എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? യാചന പ്രാർത്ഥന ഞാൻ പറഞ്ഞു, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൽ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്നതാണ് യാചന പ്രാർത്ഥന. എന്നാൽ എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? എന്ത് പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും നമ്മെ നയിക്കുന്ന മാർഗനിർദ്ദേശം നൽകുന്നത് പരിശുദ്ധാത്മാവാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയാകുന്നത്. എന്ത് പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്ന ഒരു വ്യക്തി ഒരു നിമന്ത്രണങ്ങളും ഇല്ല, ദൈവത്തിൻ്റെ സ്വരം കേട്ട് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണമെന്ന് ആ വ്യക്തിക്ക് അറിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ സഹായിക്കും. യോഹന്നാന്റെ സുവിശേഷം 14:16 പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ സഹായകനായ അവിടുന്ന് നിങ്ങളെ തരികയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളേക്കും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള യഥാർത്ഥ സഹായകനെ നൽകുക തന്നെ ചെയ്യും. അപ്പം എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? സഭയുടെ ഔദ്യോഗിക ഗ്രന്ഥം CCC നമ്മളെ പഠിപ്പിക്കുന്നത് 2647 ഖണ്ഡിക പഠിപ്പിക്കുകയാണ്. 2647 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ പഠിപ്പിക്കുകയാണ്. അപരന് വേണ്ടി യാചനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. നിനക്ക് വേണ്ടിയിട്ടല്ല, അപരന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന സഭ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അകക്കാമ്പ് നമ്മൾ പഠിപ്പിക്കുന്നതിനാണ്. ദൈവം ഒരാത്മാവിനെ അനുഗ്രഹിക്കുന്നതിൻ്റെയും സ്വന്തമാക്കുന്നതിൻ്റെയും അടയാളമാണ് തൻ്റെ മധ്യസ്ഥ ദൗത്യത്തിലൂടെ അയാൾ പങ്കുവെക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, ദൈവം ഒരാത്മാവിനെ അനുഗ്രഹിക്കുന്നതിൻ്റെയും സ്വന്തമാക്കുന്നതിൻ്റെയും ഒരു അടയാളമാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന. എന്നെയും നിങ്ങളെയും സ്വന്തമാക്കുന്ന, അനുഗ്രഹിക്കുന്ന യഥാർത്ഥ അനുഭവമാണ് യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് സുവിശേഷ വേലയേക്കാൾ വലിയൊരു വേലയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനം. യേശു ആദ്യം പഠിപ്പിച്ചത് സുവിശേഷം പ്രസംഗിക്കാനല്ല, മറിച്ച് പ്രാർത്ഥിക്കാനാണ്. ഈശോ തൻ്റെ ശിഷ്യർക്ക് ആദ്യം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈശോ തൻ്റെ ശിഷ്യരെ ഇരുത്തി പഠിപ്പിച്ചിട്ടാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. സ്നേഹമുള്ളവരെ, പ്രസംഗിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്, പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടണമെങ്കിൽ, സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കണമെങ്കിൽ അതിന് വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഇന്ന് സഭയിലെ വചനകൂടാരങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരിൻ്റെ വേദനയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടാൻ ഒത്തിരി കുടുംബങ്ങൾ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി യുവജനങ്ങൾ നശിക്കാതിരിക്കാൻ ഒത്തിരി യുവജനങ്ങൾ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികൾ നശിച്ചു പോകാതിരിക്കാൻ ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിഭാഗത്തിന് വേണ്ടി മറ്റൊരു വിഭാഗം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചറിയുക, ഞാനും നിങ്ങളും ജോലി കിട്ടി പലയിടങ്ങളിലുമായിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി നമ്മുടെ ജോലി തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവജനത്തിൻ്റെ കണ്ണീരിൻ്റെ വേദനയാണ് നമുക്ക്. എന്നാൽ നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ട് നമ്മളെപ്പോഴെങ്കിലും തിരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഒരു ധ്യാന അവസരത്തിൽ ഞാനിങ്ങനെ ആ ധ്യാനത്തിന് പങ്കെടുക്കുന്നവർ, ഇതിനു മുമ്പ് പങ്കെടുത്തവർക്കുണ്ടായ അനുഗ്രഹങ്ങൾ അറിയാൻ വേണ്ടി അവരെ വിളിച്ചു. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അതിൽ 100 പേര് ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ 50 പേർക്കും കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. കുഞ്ഞുങ്ങളില്ലാത്ത മക്കളുടെ ദമ്പതികളുടെ ധ്യാനം വരുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. 50 പേരോളം ഈ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ നൽകി ദൈവം അനുഗ്രഹിച്ചു.
എന്നാൽ ഈ മറ്റൊരു ധ്യാനത്തിൽ ഈ സാക്ഷ്യം പറയാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ അവരിൽ ആരും ചുരുക്കമായി കുറച്ച് പേര് മാത്രമാണ് വന്നത്. സ്നേഹമുള്ളവരെ, അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണ് നമ്മൾ. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു നന്ദി പറഞ്ഞ് ദൈവത്തിന് മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് അനുഗ്രഹം എന്ന് പറയാൻ ആരും തന്നെ തിരിച്ചു വന്നില്ല. തിരിച്ചറിയുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി പടിയിറങ്ങിപ്പോകുന്ന ജീവിതങ്ങളായിട്ട് മാറരുത്. അനുഗ്രഹം കിട്ടുമ്പോൾ ആ പടിവാതിലിൽ നിന്ന് അകന്നു പോകാതെ അവൻ്റെ കാൽപാദത്തിലിരുന്ന് നന്ദി പറഞ്ഞ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കടമ നിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു അനുഗ്രഹത്തിനുണ്ട് എന്ന് നീ തിരിച്ചറിയണം. അതാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. ആത്മാവിലുള്ള ഈശോ പ്രസാദിച്ചിരിക്കുന്ന യേശുവിൻ്റെ ബലിജീവിതമാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന. ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിലുള്ള ഒരു ബലിജീവിതം, ബലിയാകുന്നതാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന. ആരും കാണാത്ത, ആരുടെയും കയ്യടി കിട്ടാത്ത ഒരു ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ബലിവേദിയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന അച്ഛനെ മാത്രമാണ് ലോകത്തെല്ലാവരും കണ്ടിട്ടുള്ളൂ. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു കൊച്ചു ചാപ്പലിൽ മുട്ടുകുത്തി മെറ്റലുമ മുട്ടുകുത്തി കരയുന്ന ചില അമ്മച്ചിമാരുടെ നൊമ്പരങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒരിക്കൽ ലോകത്തിലുള്ള വലിയൊരു സുവിശേഷകനായ വൈദികൻ പറയുകയായിരുന്നു, പങ്കുവെച്ചത് ഓർത്തു പോവുകയായിരുന്നു. ഒരിക്കലും ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കയറുന്ന സമയത്ത് ശബ്ദം മുഴുവൻ നഷ്ടപ്പെട്ടു. രാത്രികളിലും പകലും ഒത്തിരി ശുശ്രൂഷകൾ നടന്ന് തൊണ്ടയുടെ ശബ്ദം മുഴുവൻ നഷ്ടപ്പെട്ട് ആകെ അസ്വസ്ഥപ്പെട്ട് ബലിവേദി കയറുകയാണ്. ആ സമയത്ത് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകനോട് പറഞ്ഞു, മോനെ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ, അച്ഛൻ ഈ ശുശ്രൂഷ കഴിയുന്നവരെ ശബ്ദം വേണം, ശബ്ദമില്ലാതെ എങ്ങനെ സുവിശേഷം പ്രസംഗിക്കും. സ്നേഹമുള്ളവരെ, അച്ഛൻ ബലിവേദി കയറി ഒത്തിരി അസ്വസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നേരം പ്രാർത്ഥിച്ച് വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തൊണ്ട തുറക്കപ്പെട്ടു. അച്ഛൻ ശക്തമായിട്ട് ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു. എല്ലാം കഴിഞ്ഞ് അച്ഛൻ സുവിശേഷം പ്രസംഗം കഴിഞ്ഞ് അച്ഛൻ അൽത്താരയിൽ നിന്ന് പുറകിലേക്ക് ചെല്ലുമ്പോൾ സങ്കീർത്തിയുടെ മുന്നിലുള്ള കുരിശിൻ്റെ മുന്നിൽ മെറ്റലിൽ നിൽക്കുന്ന ഒരു യുവാവിനെ കാണുകയാണ്. അച്ഛൻ അല്പസമയം മുമ്പ് ഈ സുവിശേഷം പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ച ആ പയ്യൻ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുകയാണ്, കുരിശിന് മുന്നിൽ കരയുകയാണ്. ഞങ്ങളുടെ അച്ഛൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തളരരുത്, അച്ഛൻ്റെ കൈ തകരരുത്, അച്ഛൻ്റെ തൊണ്ട തളരരുതെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇറങ്ങി വരുമ്പോൾ അച്ഛൻ എന്തെല്ലാം വേദനയുണ്ടായോ ഈ വേദനകളെല്ലാം ഈ പയ്യൻ്റെ ശരീരത്തിൽ വരികയാണ്. ഇവന് ശബ്ദവുമില്ല, ഇവന് തൊണ്ടയിൽ ശബ്ദമില്ല. ഈ ശബ്ദമില്ലാത്ത ശബ്ദം കൊണ്ട് ഇവന് ഊളിയിട്ട് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, ഒരു വൈദികന് വേണ്ടി ഒരു അൽമായ സഹോദരൻ ചങ്ക് വിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വൈദികൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ തൊണ്ട തുറക്കപ്പെട്ടു, അവൻ എൻ്റെ വേദന യേശു കൊടുത്തിട്ട് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, നൈജീരിയയിലും ശ്രീലങ്കയിലും ഒത്തിരി സഹോദരങ്ങൾ മരിക്കുമ്പോൾ നമ്മുടെ ചങ്കിലൊരു നീറ്റൽ വേണം. സഭയിൽ ഇന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട് സ്നേഹമുള്ളവരെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഇന്ന് സഭ വളരുന്നത്. അനേകം യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലേ യുവജനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അനേകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലേ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അനേകം കുടുംബങ്ങൾ മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലേ കുടുംബ വിശുദ്ധി. ഞാൻ എന്ന ഭാവത്തിലേക്ക് മാറി അപരൻ്റെ ഹൃദയത്തിലേക്ക് ചേരപ്പെടുമ്പോഴല്ലേ ഹൃദയങ്ങൾ ചേരപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹവും ഭാഗ്യവുമാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാകുക എന്നുള്ളത്. ഇപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അപരന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, അയൽവക്കങ്ങളിൽ വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജപ്തി നോട്ടീസുകൾ ഒട്ടിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. എന്നെങ്കിലും നിന്റെ വീട്ടിലും ബാങ്കുകാരി കയറി ഇറങ്ങേണ്ട സമയത്ത് നീ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിനക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള അനേകം കുടുംബങ്ങൾക്ക് വേണ്ടി നിന്റെ മരണം വരെ നീ പ്രാർത്ഥിക്കണം. ലോൺ അടച്ചു വീട്ടാൻ പറ്റാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ദൈവം നിന്നെ പിടിച്ചുയർത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇന്ന് അനേകം മക്കൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പേപ്പറിൽ വായിച്ചു നോക്കി തിരിച്ചറിയാനുള്ളതല്ല. പേപ്പറുകളിൽ നമ്മൾ ന്യൂസ് വായിക്കുന്നുണ്ട്, അത് വായിച്ചിട്ടെങ്കിലും അത് നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ജീവിതം നാളെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥന. ഒന്നാമത്തതായിട്ട് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹവും ഭാഗ്യമാകുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തത്, ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ ജീവിതത്തിലേക്ക് നമ്മുടെ ഭാഗഭാഗിത്വം. ഈശോ ഈ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച ഏക മധ്യസ്ഥനാണ്. ഈശോയെക്കുറിച്ച് പറയുന്നില്ലേ, നമുക്കൊരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഈ ലോകത്ത് മനുഷ്യന് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ച മറ്റൊരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരില്ല, അതാണ് യേശു ക്രിസ്തു. ദൈവമായിരുന്നിട്ടും മനുഷ്യൻ്റെ സമാനത നിലനിർത്തിക്കൊണ്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച യേശു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ഭാഗഭാഗത്താകണമെങ്കിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയേ പറ്റൂ. രണ്ടാമത്തത്, ഒരു വ്യക്തിയിൽ ദൈവകൃപയുടെ പ്രവൃത്തിയാണ് മധ്യസ്ഥ പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. എൻ്റെ ജീവിതം ഒരു മധ്യസ്ഥമായിട്ട് അനേകർക്ക് മാറണം.
അങ്ങനെയെങ്കിൽ ദൈവിക പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ. ചിലർ ചോദിക്കാറുണ്ട്, ഈശോ അച്ഛാ എങ്ങനെ ഈ ദൈവഹിതം നടക്കുന്ന എങ്ങനെ അറിയുക? നീ പ്രാർത്ഥിക്ക്, അപരന് വേണ്ടി പ്രാർത്ഥിക്ക്, അപ്പോൾ നിൻ്റെ ദൈവഹിതങ്ങൾക്ക് ഒരു തടസ്സം കൂടാതെ ദൈവം നിൻ്റെ ജീവിതം നടത്തും. അതുകൊണ്ട് അപരന് വേണ്ടി നമ്മൾ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ, ഞാൻ ഒത്തിരി വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട്. എൻ്റെ ബൈബിളിൽ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ പല വാക്കുകളും പലപ്പോഴും പല ഭാഗങ്ങളിലും പിശാചിനെ പ്രതിനിധീകരിക്കണം. എല്ലായിടത്തും അല്ല, ചിലയിടങ്ങളിൽ ഇതുപോലെ എൻ്റെക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അപരന് വേണ്ടി പ്രാർത്ഥിക്കുക. ILTC നിനക്ക് പാസ്സാകണമെങ്കിൽ അങ്ങനെ ILTC 1000 പേര് ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിന് പറ്റില്ലല്ലോ, അവരൊക്കെ തോക്കട്ടെ, ഞാൻ ജയിക്കട്ടെ എന്ന സ്വാർത്ഥത മാറ്റണം സ്നേഹമുള്ളവരെ. മനുഷ്യ ഹൃദയങ്ങളിൽ ഈ സ്വാർത്ഥതയാണ് ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് എൻ്റെ അല്ല, അപരനും എന്നെപ്പോലെ തന്നെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിന് ഈശോ പറഞ്ഞത് എന്താണെന്നറിയോ? നിൻ്റെ ഭാരം ചുമക്കാൻ എനിക്ക് സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ ഭാരം ചുമക്കുന്ന അനേകരെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് നിൻ്റെ ജീവിത നിയോഗത്തെ ദൈവം അനുഗ്രഹിക്കാതെ പോകില്ല. മൂന്നാമത്തത്, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സ്വന്തം ആത്മാവും ആത്മീയ ഉണർവും വളർച്ചയും നമുക്കുണ്ടാകും. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്കും തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും. എൻ്റെ നിയോഗത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരാം, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരാം. എന്നാൽ അപരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ നിയോഗം അറിയാതെ തന്നെ നയിക്കപ്പെടും. അതുകൊണ്ടല്ലേ നീ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് നീ ചോദിക്കുന്നതിന് മുമ്പ് എനിക്കറിയാം. ശരിക്കും നമ്മുടെ നിയോഗങ്ങളൊന്നും ഒരിക്കലും ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല. കാരണം എന്താ? വചനം പറയുന്നില്ല, വചനം വിശ്വസിക്കുക. നീ പറയാൻ പോകുന്ന നിയോഗം എന്താണെന്ന് എനിക്കറിയാം. എന്നാൽ നീ അപരൻ്റെ നിയോഗങ്ങൾ ഒരിക്കലും നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ആ പ്രതീക്ഷയെ അതിലംഘിക്കുന്നൊരു പ്രാർത്ഥന നിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. അടുത്തതായിട്ട്, ആത്മാവ് പ്രത്യേകമായി അഭിഷേകം പ്രാപിക്കാനുള്ളതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ശരിക്കും ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ സുവിശേഷകരായിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ, പണ്ടൊരു ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ച പലരും ഇന്ന് കാലഘട്ടത്തിൻ്റെ സുവിശേഷ വേലയിൽ എഴുന്നള്ളിപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പിരിച്വൽ ഗൈഡൻസ് മിനിസ്ട്രിയിലേക്ക് ഒത്തിരി മക്കളെ, ഈ മധ്യസ്ഥ പ്രാർത്ഥനയുള്ള മക്കളെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളൊന്നും ആത്മീയമായി വളരാത്തത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ സുവിശേഷമായി മാറാത്തതിന് കാരണം ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പണ്ട് ജീസസ് യൂത്ത് മുന്നേറ്റത്തിൽ ഞാനും ഇതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട് പല ചാപ്പലുകളിലും. അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടാൻ പറ്റുന്ന ഒരു ജീവിതമാണ്. അന്ന് എന്നോടൊപ്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്ന ഒത്തിരി സഹോദരർ ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷ പല വചനകൂടാരങ്ങളിലും ഇന്ന് സുവിശേഷകരായി മാറിയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ പണ്ട് ചാപ്പലുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുന്നതൊക്കെയും ഞങ്ങൾ അറിഞ്ഞു പോയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. നീ എന്ന വ്യക്തിയുടെ ആത്മാവിനെ ഉണർത്തുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇന്ന് ഞാനും നിങ്ങളും കരഞ്ഞു തീരുന്ന ജീവിതങ്ങളായി മാറുന്നത് അനേകർക്ക് വേണ്ടി മുട്ടുതേയാൻ ആരുമില്ലാത്തത് കൊണ്ടാണ്. സ്നേഹമുള്ളവർ, നമുക്ക് വേണ്ടി മുട്ടുകുത്താൻ നമ്മളുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്താൻ, അപരന് വേണ്ടി കരയുയർത്താൻ, ഏലിയായെ പോലെ പ്രാർത്ഥിക്കാൻ, മോശയെ പോലെ കരം വിരിക്കാൻ ഇന്നൊരു ദൈവജനത്തെ ദൈവം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി, നല്ല വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, വചനകൂടാരങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ജനം ഉണരേണ്ട കാലഘട്ടം കഴിഞ്ഞു തീർന്നു. അതുകൊണ്ട് പണ്ടുള്ളവരും ഇന്നുള്ളവരും പലരും പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർ മാത്രമേ ഇന്നുള്ളൂ. എന്നാൽ പുതിയൊരു ജനതയെ ദൈവം വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അത് നമ്മൾ തിരിച്ചറിയണം. ദൈവപ്രീതി നിറയുന്നൊരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക നീതി നമുക്ക് ലഭിക്കുന്നതാണ് യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥന. അവസാനമായിട്ട്, ദൈവം നമുക്ക് നൽകുന്ന കൃപകളും അനുഗ്രഹങ്ങളും നമ്മിൽ വളരാനുള്ള അവസരമാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഒരിക്കൽ നായികൻ പറമ്പിലച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൃപ നിറഞ്ഞ ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന. പലപ്പോഴും നായികൻ പറമ്പിലച്ഛനെ കണ്ടുമുട്ടിയ അവസരങ്ങളിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ സുവിശേഷകരായ വൈദികരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈ ആലയത്തിൻ്റെ ശുശ്രൂഷ വേദിയിലുള്ള പട്ടത്തച്ഛൻ എപ്പോഴും പറയും, മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കൃപ. അതുകൊണ്ട് നമുക്കറിയാം, ഈ കാലഘട്ടത്തിലെ സുവിശേഷകരായ വൈദികരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥന, ലോകത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി മധ്യസ്ഥരായിട്ട് നമുക്ക് തീരാൻ സാധിക്കണം. സ്നേഹമുള്ളവരെ, അവിടെയാണ് നമുക്ക് കൃപ കിട്ടുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള തിരുവചനം പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ
ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ്ലീഹ പറയുക, മധ്യസ്ഥം നമ്മൾ വഹിക്കണം. വിശുദ്ധരും പാപികളും ബലഹീനരും ദുഃഖിതരും കടബാധിതരും വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ഒരു വിളിയാണ്. അതിനെ വിമുഖത കാണിക്കരുത്. എനിക്കും നിങ്ങൾക്കും ദൈവം തന്ന ഒരു വിളിയുടെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന. 1 സാമുവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കുന്നു. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്താത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം കടന്നു വരാം. അതാണ് 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 23 നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യുന്നു ഞാൻ. ശരിക്കും നമ്മൾ ചെയ്യുന്നൊരു പാപമാണ് സ്നേഹമുള്ളവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്, മറ്റുള്ളവരുടെ വേദന ഉള്ളിൽ കൊണ്ടുകൊണ്ട് കരം വിരിക്കാത്തത് ഒരു വലിയ പാപമാണ്. മോശയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല. മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മോശയെപ്പോലെയുള്ള പ്രവാചകകൾ ഇന്ന് ലോകത്തുണ്ടാകണം. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ജീവിതമാണ് മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ മധ്യസ്ഥയാണ് യഥാർത്ഥത്തിൽ കൊച്ചു ത്രേസ്യ. ഒരു മഠത്തിൻ്റെ 4 ചുമരുകൾ വിട്ട് പുറത്തു പോയിട്ടില്ല. എന്നാൽ ജയിലറകളിൽ കിടക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യന് മാനസാന്തരം ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓടി നടന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റില്ല. വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, ഊട്ടുമുറികളിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, ഭക്ഷണശാലകളിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, നീ പോകുന്ന ബസ് യാത്രകളിൽ പോകാൻ പ്രാർത്ഥിക്കാൻ പറ്റും, പോകുന്ന വഴി യാത്രകളിൽ പ്രാർത്ഥിക്കാൻ പറ്റും, നീ അർപ്പിക്കുന്ന ബലികളിൽ, നീ ആചരിക്കുന്ന കൂദാശകളിൽ ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തോട് ചേർത്ത് വയ്ക്കണം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക്. വിശുദ്ധ ഫൗസ്റ്റീന അമ്മ പറയുന്നൊരു വാചകമുണ്ട്, ഓ എൻ്റെ ഈശോയെ, അങ്ങ് എൻ്റെ ജീവൻ്റെ ജീവനാണ്. ആത്മാക്കൾ അങ്ങയുടെ മഹത്വം നന്മയും അറിയാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയം കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി മുറിക്കാനും ഓരോ കഷ്ണങ്ങളും ഓരോ പൂർണ്ണ ഹൃദയമാക്കി മാറ്റാൻ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ സഹായിക്കണമേ. വിശുദ്ധ പൗലോസ് പറയുകയാണ്, എൻ്റെ ഹൃദയത്തെ മുറിച്ച് പീസുകളാക്കി അതിൽ ഓരോ ഹൃദയമാക്കും. അങ്ങനെ ഓരോ ഹൃദയവും ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഈ ഫൗസ്റ്റീന അമ്മയുടെ വാക്കുകൾ. നമ്മുടെ ഹൃദയം ജ്വലിക്കണം. അനേകം മധ്യസ്ഥ പ്രാർത്ഥന കൃപ തരണം. നമുക്കൊന്ന് കരങ്ങൾ കൂപ്പാം. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നൊരു ഹൃദയം എനിക്ക് തരണമേ. എൻ്റെ ഈശോയെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ വിശുദ്ധ ഫൗസ്റ്റീന അമ്മ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ മുറിച്ച് അനേകർക്ക് വേണ്ടി പ്രാർത്ഥനകളാക്കി മാറ്റാൻ, അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വയ്യാൻ കൃപ തരണമേ. കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷ കൂടുന്ന എല്ലാ മക്കൾക്കും മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം നൽകി അനുഗ്രഹിക്കണമേ. അനേകം ജീവിതങ്ങളുടെ മേലെ പ്രാർത്ഥനയുടെ അഭിഷേകമായി മാറാൻ ഇവർ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരവും നിങ്ങൾക്ക് നൽകി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.